പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 ആഴ്ചക്കിടെ എയർ ഇന്ത്യ റദ്ദാക്കിയത് പശ്ചിമേഷ്യയിലേക്കുള്ള 2500 വിമാന സർവീസുകൾ. 30% സർവീസുകൾ മാത്രമാണ് മേഖലയിൽ ഇപ്പോൾ എയർ ഇന്ത്യ സർവീസ് നടന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, ടിക്കറ്റ് നിരക്ക് കൂടുമെന്ന വാർത്ത കൂടി വരുമ്പോൾ വിമാനയാത്രികർക്ക് വല്ലാത്ത കഷ്ടകാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റ് വഴികളില്ല എന്ന് തന്നെയാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. ഏപ്രിൽ 1 മുതൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കും എന്നതാണ് വ്യോമയാന മന്ത്രാലയം അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2500 വിമാന സർവീസുകളാണ് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ എയർ ഇന്ത്യ പശ്ചിമേഷ്യയിലേക്കുള്ളത് റദ്ദാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം വലിയ പ്രതിസന്ധിയിൽ വിമാന കമ്പനികൾ പോകുന്നു. നിലവിൽ ഇന്ധന സർചാർജ് ഉയർത്തിയതുകൊണ്ട് ഈ മാസം താൽക്കാലികമായി പ്രശ്നങ്ങൾ വിമാന കമ്പനികളെ ബാധിച്ചിട്ടില്ല. പക്ഷേ അടുത്ത മാസം മുതൽ ഇത് വലിയ രീതിയിൽ വിമാന കമ്പനികളെ ബാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്താതെ മറ്റ് വഴികളില്ലെന്നും വിമാന കമ്പനികൾ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സീറ്റ് സെലക്ഷൻ 60% സൗജന്യമായി നൽകണമെന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു. അതിനെയും ശക്തമായി എതിർത്ത് കഴിഞ്ഞ ദിവസം തന്നെ വിമാന കമ്പനികൾ രംഗത്ത് വന്നിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിമാന ടിക്കറ്റിന്റെ നിരക്കുകൾ, ആഭ്യന്തര ടിക്കറ്റ് നിരക്കിന് നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണവും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തു. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് വിമാന സർവീസുകൾ പോവുകയാണ്. നിലവിൽ 2500 വിമാന സർവീസുകളാണ് 3 ആഴ്ചക്കിടെ റദ്ദാക്കിയത്. വിമാന കമ്പനികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് എയർ ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.